ഇപ്പം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ബൈക്ക് റെൻറ്റിങ് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബൈക്ക് റെൻറ്റിങ് ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റും ട്രാവൽ ഇൻഷുറൻസും ഇല്ലാതെ ഒരു കാരണവശാലും ബൈക്ക് റെൻ്റ് എടുക്കരുത്. പെട്രോൾ എത്ര ഉണ്ടായാലും നമ്മൾ ബൈക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗൂഗിൾ മാപ്പ് വേണം. എൻ്റെ കയ്യിൽ ഇവിടുത്തെ സിം ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് പെട്രോൾ അടിക്കണം. നമ്മുടെ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതേപോലെ നമ്മളിവിടെ ഇങ്ങനെ ക്യൂ നിൽക്കണം. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ലോട്ടിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി തന്നപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു ഹെൽമെറ്റ് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഹെൽമെറ്റ് അടിച്ചുകൊണ്ട് പോകുന്ന ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് എൻട്രി പോയിന്റിൽ പോയി ടിക്കറ്റ് എടുക്കണം. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളിത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് നമുക്കൊരു ഫോട്ടോ എടുക്കുന്ന കാര്യമൊക്കെ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. കാരണം ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഇതിൽ വരുമ്പോഴേ നമ്മൾ ഒരിക്കലും മിസ്സാവാതെ വരേണ്ട ഒരു പ്ലേസ് ആണ് ഇത് കേട്ടോ. ഇത് കാണിച്ചു തരാം ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന്. കണ്ടോ? ഇനി ആ വെള്ളത്തിൽ കൂടെ ഇറങ്ങി അപ്പുറത്ത് പോകണം. അവിടെയാണ് ടെമ്പിൾ എന്ന് തോന്നുന്നു, തനാലോട്ട് ടെമ്പിൾ. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോവാം. നല്ല തണുപ്പല്ലോ. അവിടെ കൊണ്ടുപോയിട്ടേ നമ്മളൊരു ഹോളി വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു വെള്ളം കുടിപ്പിച്ചു. അതിനുശേഷം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ എന്തോ ഒരു ചെമ്പകത്തിൻ്റെ പൂ തലയിൽ വെക്കണം. അതിനുശേഷം നമ്മളെ കയറ്റി വിടുകയെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ ദക്ഷിണ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. എന്നിട്ട് നമ്മൾ മേളിലോട്ട് കയറ്റി വിട്ടു. ഈ ഒരു ചെമ്പകപ്പൂ വെച്ച് തന്നിട്ടാണ് അവർ മേലോട്ട് കയറ്റുന്നത് കേട്ടോ. ഈ ചെമ്പകപ്പൂ ഇല്ലെങ്കിൽ അവർ കയറ്റില്ലെന്നാണ് പറഞ്ഞത്. എന്താണ് സംഭവം എന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. എന്തായാലും നമ്മളിവിടെ മേളൂരൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു. ഇനി നമുക്ക് ഇതേപോലെ അപ്പുറത്തെ ഭാഗം കൂടെ ഉണ്ട്. നമുക്ക് അവിടെയും കൂടെ പോയിട്ട് വരാം. ഇവിടെ എല്ലാം ഒരുപാട് അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ബീച്ചിലേക്ക് നോക്കിയിരുന്ന് കാണാം. നമ്മുടെ തായ്ലൻഡിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് മിക്ക സാധനങ്ങൾക്കും. അപ്പോൾ നമുക്ക് ആ ടെമ്പിളിൻ്റെ വ്യൂ ഇവിടെ നിന്ന് നല്ലോണം കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അപ്പം നമ്മൾ ഇവിടെ ഇരിക്കാൻ വേണ്ടി 2 ജ്യൂസ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വന്നിട്ട് നോക്കാം. ഇവിടെ ഇരിക്കാം. നല്ല ആംബിയൻസ് ഉള്ള പ്ലേസ് അല്ലേ. നമുക്ക് ഇവിടെ ഇരിക്കാം.
ഉലുവാട്ടു ടെമ്പിളിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഉലുവാട്ടു ടെമ്പിൾ ഫേമസ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഇവിടെ ഒരു ഫയർ ഡാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഡ്രസ്സൊക്കെ ഇതേപോലെ ഇവരൊക്കെ ചെയ്തിരിക്കുന്ന പോലെ ഇങ്ങനെ കിട്ടണം, എങ്കിൽ മാത്രമേ ഇവിടെ കിട്ടൂ. കണ്ടോ, നമ്മളിതിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഫയർ ഡാൻസ് അകത്താണ്, അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് കിട്ടിയില്ല. അകത്ത് ചോദിക്കാൻ പറഞ്ഞു, കിട്ടുവാണെങ്കിൽ കൊള്ളാം. ഫയർ ഡാൻസിൻ്റെ ടിക്കറ്റ് നമ്മുടെ കയ്യിലില്ല, എന്തായാലും നോക്കാം. നമ്മൾ ഓൺലൈനിൽ ഇതിന് 690 രൂപയായിരുന്നു ടിക്കറ്റ്, 700 രൂപയുടെ അടുത്ത് വരും. നമ്മളിപ്പോൾ ഇവിടെ ഓഫ്ലൈൻ ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് എന്തായാലും അങ്ങോട്ട് നോക്കാം. അപ്പോൾ നമുക്ക് സ്പോട്ടിൽ വന്നപ്പോൾ ടിക്കറ്റ് കിട്ടി കേട്ടോ, കണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഫയർ ഡാൻസ് നടക്കുന്ന ഏരിയയിലേക്ക് നമ്മൾ പോകണം. നമുക്കിനി അടുത്ത ഷോ വന്നിട്ട് 7 മണിയുടെ ഷോ ആണ്, 7 മണി to 8 മണിയുടെ. അപ്പോൾ അതിലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓടി വന്നിട്ട് ഫയർ ഡാൻസിൻ്റെ ടിക്കറ്റൊക്കെ കിട്ടി. അപ്പോൾ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ഉലുവാട്ടു ടെമ്പിൾ. ആ ടെമ്പിൾ എനിക്ക് തോന്നുന്നു മുകളിൽ എവിടെയാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. എന്നിട്ട് നമ്മളെ ഷോ വരുന്നത് 7 മണിക്കാണ്. അപ്പോൾ 7 മണിക്ക് ഷോ വരണമെങ്കിൽ നമ്മളൊരു 6:30 ആകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലണം. നല്ല തിരക്കായിരിക്കും. അങ്ങ് ദൂരെ ആ ഭാഗത്ത് കാണുന്നില്ലേ, അവിടെയാണ് നമ്മളെ കെക്കാക് ഫയർ ഡാൻസ് നടക്കുന്നത്. നമ്മൾ അതിൻ്റെ ടിക്കറ്റാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിന്ന സമയത്തെ എൻ്റെ കണ്ണാടി വന്ന് കുരങ്ങനെ എടുത്തുകൊണ്ട് പോയി. നല്ല ഗ്ലാസ്സായിരുന്നു, ടൈറ്റാൻ്റെ അത്യാവശ്യം നല്ല വിലയുള്ള കോസ്റ്റ്ലി ഗ്ലാസ്സായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോയി. അത് കുരങ്ങനെ എടുത്തുകൊണ്ട് പോയി കടിച്ചുടച്ച് തിന്നു. കിട്ടല്ലേ. എല്ലാം നമ്മൾ ഈ ഷോ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്. അപ്പോൾ 6 മണിയുടെ ഷോ കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ, അവരിറങ്ങാറായി. അവിടെ പ്രോഗ്രാം നടക്കുന്നേ ഉള്ളൂ കേട്ടോ. 20 മിനിറ്റിനകത്ത് വീണ്ടും കിട്ടും എന്നുള്ള രീതിയിൽ നമ്മളിന്ന് ടിക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. 7 മണിയായപ്പോഴത്തേക്ക് നമ്മളെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ചണ്ടമ്മ പിടിച്ചോക്കടാ. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന എൻട്രി പോയിന്റിലെത്തി. അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ സൺഗ്ലാസ് പോയി എന്നുള്ളൊരു വിഷമമല്ലാതെ പ്രോഗ്രാം സൂപ്പറായിരുന്നു. നമ്മളെ വണ്ടി ഇതേ പാർക്കിങ്ങിലിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെടുത്തിട്ട് നമ്മൾ താമസിക്കുന്ന കുട്ട ഏരിയയിലാണ്. ഇത് ഉലുവാട്ടു ഏരിയയാണ്. കുട്ടയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 1 മണിക്കൂർ നമ്മൾ ബൈക്കിൽ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷേ അത് ഫുള്ള് വർത്തായിരുന്നു കേട്ടോ. അടിപൊളി ഷോ ആയിരുന്നു. കൾച്ചറൽ ഷോ ആണ്, ഇന്തോനേഷ്യൻ്റെ കൾച്ചറൽ ഷോ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി നേരെ തിരിച്ച് ബീച്ചിലോട്ട് പോകണം. ഇനി ഇവിടുന്ന് 1 മണിക്കൂർ എടുക്കും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെത്താൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഇടയ്ക്ക് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നേരെ നമുക്ക് റൂമിലേക്ക് പോകാം. അപ്പോൾ കുട്ട ബീച്ചിൽ വന്നിട്ടേ നമുക്ക് ഇവിടുത്തെ KFCയുടെ ടേസ്റ്റ് നോക്കാം. ലച്ചുവിന് നമ്മൾ ഇന്തോനേഷ്യൻ ഫുഡ് ഒന്നും പിടിക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടുത്തെ KFC കഴിക്കാനായിട്ടൊന്ന് കയറിയതാണ്. അപ്പോൾ നമുക്ക് KFCക്കകത്ത് പോയിട്ട് നോക്കാം.
അപ്പം നമ്മൾ KFCന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടേ വീണ്ടും നമ്മൾ കുട്ട ബീച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബീച്ച് ഭയങ്കര സൈലൻ്റ് ആണെന്ന് തോന്നും, കാരണം ആ ഒരു ബഹളവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ബാലിയിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുവാണ്. ഇനി നമ്മൾ നാളെ നേരെ ഉബുദിൻ്റെ ഭാഗത്തേക്ക് പോകും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.